ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ഹിന്ദി എന്ന സബ്ജക്റ്റാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് ആദ്യ യൂണിറ്റിലെ ആദ്യ കവിത നോക്കാം. ഹരിവംശ് റായ് ബച്ചന്റെ നീലി ചിടിയ എന്ന നീലപക്ഷി നീലാകാശത്തിൽ നിന്ന് ഇറങ്ങിവന്ന ഒരു അതുല്യ നീലപക്ഷിയെക്കുറിച്ച് വിവരിക്കുന്നു. ഈ പക്ഷി പറക്കുന്ന ഒരു ഗായകനും പാടുന്ന ഒരു പക്ഷിയുമാണ്. ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊന്നിലേക്കത് നീങ്ങി ഇലകൾക്കിടയിൽ ഒളിച്ചിരുന്നുകൊണ്ട് പാടുന്നു. പക്ഷി താഴേക്ക് വന്നു, ചിറകടിച്ചു, ധാന്യങ്ങൾ തിന്നു, പിന്നെ പെട്ടെന്ന് വീണ്ടും പറന്നുപോകുന്നു. കവി എത്ര തവണ അതിനോട് വിളിച്ചു പറഞ്ഞിട്ടും ആ പക്ഷി ഒരിക്കലും അവരുടെ അടുത്തേക്ക് വരുന്നില്ല. ഇനി നമുക്ക് കവിതയുടെ അർത്ഥങ്ങൾ നോക്കാം. नीले आसमान से उतरी नीली एक निराली चिड़िया, गाती उड़ने वाली चिड़िया, उड़ती गाने वाली चिड़िया. നീലാകാശത്തിൽ നിന്ന് ഇറങ്ങിവന്നു ഒരു വിചിത്ര നീലപക്ഷി, പാടുന്ന പക്ഷി, പറക്കുന്ന പാട്ടുപക്ഷി. इस फुनगी से उस फुनगी पर उड़कर जाने वाली चिड़िया, इन पत्तों में उन पत्तों में छिपकर गाने वाली चिड़िया. ഒരു കൊടുമുടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പറക്കുന്ന പക്ഷി, ഈ ഇലകളിൽ ആ ഇലകളിൽ രഹസ്യമായി പാടുന്ന ഒരു പക്ഷി. पर फड़काकर नीचे आकर दाना खाने वाली चिड़िया, दाना खाकर पर फड़काकर झट उड़ जाने वाली चिड़िया. താഴേക്ക് പറന്നുവന്ന് ധാന്യം തിന്നുന്ന പക്ഷി, ധാന്യം തിന്ന് ചിറകടിച്ചതിനു ശേഷം പെട്ടെന്ന് പറന്നുപോകുന്ന ഒരു പക്ഷി. इस डाली से उस डाली पर उड़ उड़ जाने वाली चिड़िया, लाख बुलाऊं लेकिन मेरे पास न आने वाली चिड़िया. ഈ ശാഖയിൽ നിന്ന് ആ ശാഖയിലേക്ക് പറന്നുപോകുന്ന ഒരു പക്ഷി. ഞാൻ നിന്നെ 1,00,000 തവണ വിളിച്ചേക്കാം, പക്ഷെ എന്റെ അടുത്ത് വരാത്ത പക്ഷി. नीले आसमान से उतरी नीली एक निराली चिड़िया, गाती उड़ने वाली चिड़िया, उड़ती गाने वाली चिड़िया. നീല ആകാശത്തിൽ നിന്ന് ഇറങ്ങിവന്നു ഒരു വിചിത്ര നീലപക്ഷി, പാടുന്ന പക്ഷി, പറക്കുന്ന പാട്ടുപക്ഷി. ഈ ക്ലാസ് ഇന്ന് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാഠഭാഗവുമായി വീണ്ടും കാണാം. എല്ലാവരും ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അനബിൾ ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ.